ഷിഫ്റ്റും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദേ കിടക്കുന്നൊരുത്തൻ പനിയും പിടിച്ച് സിക്ക് ലീവും എടുത്ത്. കഞ്ഞി വേണോടാന്ന് ചോദിച്ചപ്പോൾ അവന് പെപ്പേസ് പെരി പെരി മതിയെന്ന്. പനി പിടിച്ച് കിടക്കുമ്പോഴുള്ള ഓരോരോ ആഗ്രഹങ്ങളെ. എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഗൈസ്. അതുകൊണ്ട് അവനെ കൊണ്ട് എന്നെ വണ്ടി ഓടിപ്പിച്ച് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. 30 മിനിറ്റ് വണ്ടി ഓടിച്ച് പെപ്പേസിലെത്തി. പിന്നെ പെപ്പേസിൻ്റെ മെനു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിക്കൻ ബോക്സ്. അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ്. അതങ്ങ് ഓർഡർ ചെയ്തു. 2 മണിക്കൂർ ലോങ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുന്ന എന്നെയും പനി പിടിച്ച് കിടന്നിരുന്ന അവനെയുമാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ന് വെച്ച് അതിൻ്റെ ഒരു അഹങ്കാരം ഞങ്ങൾക്കില്ല കേട്ടോ. നിന്നും ഇരുന്നും കിടന്നും ഒക്കെ കഴിക്കാനുള്ള ഒരുപാട് സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കതൊന്നും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ടേക്ക് അവേയും പറഞ്ഞ് സാധനം എടുത്ത് പുറത്തിറങ്ങി. പെപ്പേസ് കിട്ടിയ സന്തോഷത്തിൽ തണുപ്പൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നു. ചിരിച്ചു കൊല്ലുന്ന വണ്ടേ ചുമ്മാ പാടാതെ ആ പാട്ട് വിട്ട് വൈബടിച്ച് ഞങ്ങളിങ്ങ് വന്നു. വീട്ടിലെത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്ക് അവൻ ഫുഡൊക്കെ റെഡിയാക്കി എന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഇവന് തന്നെയാണോ പനി പിടിച്ചത്? ഇവൻ എന്തിനാ സിക്ക് ലീവ് എടുത്തതെന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ച് പോയി. ഇതൊന്നും ചോദിച്ച് അവനെ മെൻ്റലി തളർത്താൻ ഞാൻ നിന്നില്ല. കിട്ടിയ ഫുഡ് കുഴച്ച് മടാന്നടിച്ച് നെറ്റ്ഫ്ലിക്സിൽ ഒരു പടവും ഇട്ട് ഞാൻ അങ്ങ് ആസ്വദിച്ചിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച പാട് കിടക്കാൻ പാടില്ല, അതെനിക്ക് നിർബന്ധം. അതുകൊണ്ട് മാത്രം പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എണീറ്റ് ഷിഫ്റ്റിന് പോകേണ്ട ഞാൻ 12 മണിയായിട്ടും കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നു. പിന്നെ എൻ്റെ കിളിയൊക്കെ പോയി തുടങ്ങിയപ്പം ഗുഡ് നൈറ്റും പറഞ്ഞ് ഞാൻ പോയി കിടന്നുറങ്ങി.